നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് 8 സംസ്കൃത് ദീപകം ചാപ്റ്റർ 10 സന്നിമിതേ വരം ത്യാഗ് ഖ ഭാഗ് എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്നിമിതേ വരം ത്യാഗ് എന്ന ചാപ്റ്ററിന് 2 പാർട്ടായിട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടാണ് ഖ ഭാഗ് എന്ന ഇതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ടാണ്. സന്നിമിതേ, സൻ അത് പ്ലസ് നിമിതേ, സന്നിമിതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ചെയ്യുന്നത്. വരം ത്യാഗ്, വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അതായത് നല്ല കാര്യത്തിനായി ത്യാഗം ചെയ്യുന്നത്, അതായത് പരോപകാരത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മീനിങ് കൊണ്ടുദ്ദേശിക്കുന്നത്. ചാപ്റ്ററിലേക്ക് പോകാം. സംസ്കൃത വാഗ്മയെ കഥാസാഹിത്യസ്യ വിശിഷ്ടം സ്ഥാനം അസ്തി. സംസ്കൃത വാഗ്മയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃത് ലിറ്ററേച്ചറിൽ കഥാസാഹിത്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറി, സാങ്കല്പിക കഥ, ഫിക്ഷൻ എന്ന് പറയും. സംസ്കൃത സാഹിത്യത്തിൽ ഈ ഒരു സാങ്കല്പിക കഥയ്ക്ക് വിശിഷ്ടം സ്ഥാനം അസ്തി, വിശിഷ്ടമായ ഒരു പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. അതായത് സംസ്കൃത സാഹിത്യത്തിൽ ഫിക്ഷന് വളരെ വിശിഷ്ടമായ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഉള്ളത്. കഥാനാം ദ്വാര അതീവ മനോരഞ്ജകതയാ ജീവന സംബന്ധ വിവിധ ഉപദേശ പ്രേരണാഹി ഏതസ്യ സാഹിത്യസ്യ പ്രയോജനം. കഥാനാം ദ്വാര കഥയിലൂടെ അതീവ മനോരഞ്ജകതയാ വളരെയധികം രസകരമായി ജീവന സംബന്ധ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തെ സംബന്ധിക്കുന്ന വിവിധ പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉപദേശങ്ങളും അഡ്വൈസുകളും പ്രേരണ എൻകറേജ്മെൻറ്റുകളും അതായത് ഇൻസ്പിരേഷൻസും ഹി ഏതസ്യ സാഹിത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഹിത്യസ്യ അതായത് എല്ലാമാണ് ഈ ഒരു സാഹിത്യത്തിൻ്റെ, ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ഉദ്ദേശം, പ്രയോജനം. അതായത് ജീവിതത്തെ സംബന്ധിക്കുന്ന വിവിധമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസസും ഉപദേശങ്ങളും പ്രേരണ ഇൻസ്പിരേഷൻസും എല്ലാം വളരെയധികം രസകരമായ രീതിയിൽ വിവരിക്കുക എന്നതാണ്, ഈ കഥയിലൂടെ വിവരിക്കുക എന്നതാണ് ഈ ഒരു സാഹിത്യം, ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ഉദ്ദേശം. സംസ്കൃതസ്യ കഥാസാഹിത്യം അത്യന്തം സമൃദ്ധം വൈവിധ്യപൂർണം ച അസ്തി. സംസ്കൃതസ്യ കഥാസാഹിത്യം, സംസ്കൃതത്തിൽ കഥാസാഹിത്യത്തിന് അത്യന്തം സമൃദ്ധം, കഥാസാഹിത്യം അതായത് ഫിക്ഷൻ എന്ന് പറയുന്നത്, ഇമാജിനേറ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് അത്യന്തം എന്ന് പറഞ്ഞാൽ വളരെയധികം, സമൃദ്ധം വൈവിധ്യപൂർണം, സമൃദ്ധവും വൈവിധ്യപൂർണവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രോസ്പെരിറ്റിയും ഡൈവേഴ്സും ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് സംസ്കൃത് ലിറ്ററേച്ചറിൽ കഥാസാഹിത്യത്തിന്, സംസ്കൃത സാഹിത്യത്തിൽ ഫിക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രോസ്പെരിറ്റിയും വളരെയധികം വൈവിധ്യപൂർണവും നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. പ്രസ്തുത പാഠഃ ഹിതോപദേശ് ഇത്സ്യാമാത് കഥാഗ്രന്ഥാത് സ്വീകൃത്. പ്രസ്തുത പാഠഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ തന്നിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ, സന്നിമിതേ വരം ത്യാഗ് എന്ന ചാപ്റ്റർ ഹിതോപദേശം ഇത്സ്യാമാത് എന്ന കഥാഗ്രന്ഥാത് സ്റ്റോറിയിൽ നിന്ന് സ്വീകരിച്ചതാണ്, അതായത് എടുത്തിട്ടുള്ളതാണ്. ഹിതോപദേശ് എന്ന ഒരു കഥയിൽ നിന്ന്, ഒരു സ്റ്റോറിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മുകളിൽ തന്നിരിക്കുന്ന ഈ ചാപ്റ്റർ. രാജ്ഞഃ ശൂദ്രകസ്യ സേവായാം നിയുക്തസ്യ കസ്യചിത് വീർവർ നാമകസ്യ കർത്തവ്യനിഷ്ഠസ്യ രാജപുത്രസ്യ വൈശിഷ്ട്യസ്യ വർണ്ണനം കഥായാ മാത്ര വർത്തതേ. രാജ്ഞസ്യ രാജാവായിട്ടുള്ള ശൂദ്രകൻ്റെ സേവായാം സേവനത്തിൽ നിയുക്തസ്യ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടുള്ള നിയമിതനായിട്ടുള്ള കസ്യചിത് ഏതോ ഒരു വീർവർ നാമകസ്യ വീർവർ എന്ന പേരുള്ള കർത്തവ്യനിഷ്ഠസ്യ വളരെ ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർമ്മനിരതനായിട്ടുള്ള കർത്തവ്യ പാലകനായിട്ടുള്ള രാജപുത്രസ്യ രാജകുമാരൻ്റെ സ്വഭാവ വൈശിഷ്ട്യസ്യ വർണ്ണനം കഥായാ മാത്ര വർത്തതേ. വൈശിഷ്ട്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ആ യുണീക്കായിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, വിവരിക്കുന്നതാണ് കഥയിൽ തന്നിട്ടുള്ളത്. അതായത് രാജാവായ ശൂദ്രകൻ്റെ സേവനത്തിൽ സെർവൻ്റായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ഏതോ ഒരു വീർവർ എന്ന പേരുള്ള കർത്തവ്യനിഷ്ഠനായിട്ടുള്ള വളരെയധികം ജോലിയോട് ആത്മാർത്ഥതയുള്ള രാജകുമാരനായിട്ടുള്ള
അദ്ദേഹത്തിൻ്റെ വീർവറിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു സ്റ്റോറി. सा राज्ञः राष्ट्रस्य च रक्षणाय स्वप्राणान् अपि अर्पयितुम् उद्यतः अभवत्. സഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി അവൻ രാജ്ഞഃ രാഷ്ട്രസ്യ ച രാജാവിനെയും രാഷ്ട്രത്തിനെയും രക്ഷണായി രക്ഷിക്കുന്നതിനായി സ്വപ്രാണനാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതം അഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം ജീവിതം പോലും അർപ്പയിതും ഉദ്യതഃ അഭവത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്യാഗം ചെയ്യാൻ സാക്രിഫൈസ് ചെയ്യാൻ അതായത് ആ രാജാവിനും രാഷ്ട്രത്തിനും വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കുവാൻ സ്വന്തം ജീവിതം പോലും സാക്രിഫൈസ് ചെയ്യുവാൻ അയാൾ തയ്യാറാണ്. അതായത് ആ വീർവർ എന്നു പേരുള്ള ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രാജാവിന് വേണ്ടിയിട്ടും ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടും സ്വന്തം ജീവൻ പോലും ത്യജിക്കുവാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. തസ്യഃ സ്വാമി ഭക്തി രാഷ്ട്രായ് സമർപ്പൺ ഭാവ് ച പ്രേരണ അവൻ്റെ ആ ഒരു സ്വാമി ഭക്തി യജമാനോടുള്ള ഒരു ഡിവോഷൻ സ്നേഹവും രാഷ്ട്രായ സമർപ്പൺ ഭാവ് രാഷ്ട്രത്തോടുള്ള രാജ്യത്തോടുള്ള ആ ഒരു ഡെഡിക്കേഷനും ച പ്രേരണ അത് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒന്നാണ്. അതായത് അവൻ്റെ ദേശസ്നേഹവും രാജാവിനോടുള്ള ആ ഒരു സ്നേഹവും വളരെയധികം എൻകറേജ്മെൻറ്റ് നൽകുന്ന ഒന്നാണ്, വളരെയധികം ഇൻസ്പിറേഷൻ നൽകുന്ന ഒന്നാണ്. അത്രഹ യേശഹ പാട് ഭാഗദ്വയേ അസ്തി. അത്രഹ ഇവിടെ യേശഹ ദിസ് ഈ ഒരു പാഠത്തിന് ഭാഗദ്വയേ 2 പാർട്ടുകളാണ് ഉള്ളത്. പഠനീയ ഈയം വീർവർ കഥ ഈ ഒരു വീർവറിൻ്റെ ഈ ഒരു സ്റ്റോറി എന്നത് പഠിക്കേണ്ടുന്നതാണ്. അനുകരണീയ അയം വീർവർ ഈ ഒരു വീർവറിനെ ഇമിറ്റേറ്റ് ചെയ്യുവാനും യോഗ്യമാണ് എന്നാണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആസിദ് ശോഭാവതി നാമ കാജൻ നഗരി. ആസിദ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ശോഭാവതി നാമ ശോഭാവതി എന്നു പേരുള്ള കാജൻ ഏതോ ഒരു നഗരമുണ്ടായിരുന്നു. അവിടെ അതായത് ആ ഒരു സ്ഥലത്ത് ശോഭാവതി എന്നു പേരുള്ള ഒരു നഗരമുണ്ടായിരുന്നു. തത്ര ശൂദ്രകോ നാമ പരാക്രമി നാനാശാസ്ത്രവിദ് പൂതചരിത്ര മഹാപതി പ്രതിവസതി സ്മ. തത്ര അവിടെ ശൂദ്രകോ നാമ ശൂദ്രകൻ എന്നു പേരുള്ള മഹാപരാക്രമി വളരെയധികം പരാക്രമിയും അറിയപ്പെടുന്നതും നാനാശാസ്ത്രവിദ് പലവിധ ശാസ്ത്രവിധികളും അറിയുന്ന പൂതചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹോളി ക്യാരക്ടർ വളരെ പരിശുദ്ധനായ മഹാപതി രാജാവ് പ്രതിവസതി സ്മ താമസിച്ചിരുന്നു. പ്രതിവസതി എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നു. അതായത് അവിടെ ശൂദ്രകൻ എന്നു പേരുള്ള മഹാപരാക്രമിയും പലവിധ ശാസ്ത്രവിദ്യകളും അത് അറിയുന്ന ഒരു പൂതചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളി ക്യാരക്ടർ പരിശുദ്ധ സ്വഭാവമുള്ള ഒരു രാജാവ് താമസിച്ചിരുന്നു. അതേ കഥ എന്ന് പറഞ്ഞാൽ വൺ ഡേ ഒരിക്കൽ വീർവർ നാമ രാജപുത്ര വീർവർ എന്നു പേരുള്ള ഒരു രാജകുമാരൻ വൃത്യർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ സേവനം അന്വേഷിച്ച് അതായത് ഒരു തൊഴിൽ അന്വേഷിച്ച് കസ്മാദബി ഏതോ ഒരു ദേശത്ത് നിന്നും രാജദ്വാര മുപാഗച്ചത് രാജകൊട്ടാരത്തിൽ മുപാഗച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിച്ചേർന്നു. അതായത് ഒരു ദിവസം വീർവർ എന്നു പേരുള്ള ഒരു രാജകുമാരൻ തൊഴിൽ അന്വേഷിച്ച് ഏതോ ഒരു ദേശത്ത് നിന്നും രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. തേൻ സഹ വേദർദ നാം തസ്യ പത്നി ശക്തിധരോ നാം സുതഃ വീർവതി നാം കന്യ ച സമായത. തേൻ സഹ അദ്ദേഹത്തോടൊപ്പം വേദർദ നാമ തസ്യ പത്നി വേദർദ എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ പത്നിയും ഭാര്യയും ശക്തിധരോ നാമ സുതഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനാണ്. ശക്തിധരൻ എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ മകനും വീർവതി നാമ കന്യാച്ച സമായത വീർവതി എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ കന്യാമകളും ച സമായത കൂടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. വീർവരഹ പ്രതിഹാരം വീക്ഷ്യ വീർവരഹ പ്രതിഹാരം വീക്ഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദ്വാരപാലകനെ നോക്കിക്കൊണ്ട് അതായത് ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് കീപ്പറില്ലേ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ആ ദ്വാരപാലകനെ വീക്ഷ്യ നോക്കിക്കൊണ്ട് പ്രതിഹാർ ഹേ ദ്വാരപാലക
വൃത്യർത്ഥമാകതോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലിനായിട്ട് വന്നു ചേർന്ന രാജപുത്രോ അസ്മി, ഞാൻ ഒരു രാജകുമാരനാണ്, ഞാൻ തൊഴിൽ അന്വേഷിച്ച് വന്ന ഒരു രാജകുമാരനാണ്. തസ്മാനസ്യ, തസ്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട്, അന്യ തസ്മാൻ നയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകൂ, അതുകൊണ്ട് കൊണ്ടുപോകൂ. മാം സ്വാമീൻ, എന്നെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. തതോ ദൈവാരിക തം പ്രഭോ സമീപം ആനയത്. അപ്പോൾ ദ്വൈവാരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൗവാരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാരപാലകൻ, തം പ്രഭു അവരെ പ്രഭുവിൻ്റെ സമീപത്തേക്ക് ആനയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയിച്ചു കൊണ്ടുപോയി. വീർവർഹ പ്രതിഹാരം വീക്ഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാരപാലകനെ നോക്കിക്കൊണ്ട്, ഹേ പ്രതിഹാര, ഹേ ദ്വാരപാലക, വർത്തമാഗതോ രാജപുത്രോസ്മി, ഞാൻ തൊഴിൽ അന്വേഷിച്ച് വന്ന ഒരു രാജകുമാരനാണ്, എന്നെ രാജാവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോകൂ. അത് കേട്ടപ്പോൾ ആ ഒരു ദ്വാരപാലകൻ അവരെ രാജാവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. വീർവരഹ പ്രണാം പുരസരം സവിനയം ദേവ യദി സൗഭാഗ്യേനഹം ഭവതഃ സേവായാം നിയോജിതഃ തർഹി യഥാ ദിശ്യതേ തത് ശ്രദ്ധയാ പാലയിഷ്യാമി. പ്രണാം പുരസരം, വീർവരഹ പ്രണാം പുരസരം സവിനയ, രാജാവിനെ പ്രണമിച്ചുകൊണ്ട്, വിനയത്തോടുകൂടി പ്രണമിച്ചുകൊണ്ട്, ദേവഹ രാജാവേ, യതി സൗഭാഗ്യേൻ, എനിക്ക് യതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ, സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലക്കിയിൽ, അതായത് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട്, അഹം ഭവത് സേവായ, ഞാൻ അങ്ങയുടെ ഒരു സേവകനായിട്ടുണ്ടെങ്കിൽ, സേവകനായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടാൽ, അദ്ദേഹം അങ്ങയുടെ സെർവൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടാൽ, തർഹി യഥാ ദിശ്യതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അങ്ങ് എന്ത് ആജ്ഞ തന്നാലും, എന്ത് ഓർഡർ തന്നാലും, തത് ശ്രദ്ധയാ പാലയിഷ്യാമി, അത് ഞാൻ ശ്രദ്ധയോടുകൂടി പാലിക്കുന്നതാണ്. അങ്ങയുടെ ആ ഒരു ഉത്തരവ്, അങ്ങയുടെ ആജ്ഞ ഞാൻ ശ്രദ്ധയോടുകൂടി പാലിക്കുന്നതാണ്. അതായത് വീർവര രാജാവിനോട് പറയുകയാണ്, ഞാൻ ഭാഗ്യം കൊണ്ട്, എനിക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ ഞാൻ അങ്ങയുടെ അങ്ങയുടെ ഒരു സേവകനായി നിയോഗിക്കപ്പെട്ടാൽ, അങ്ങയുടെ ഒരു സെർവൻ്റായി നിയോഗിക്കപ്പെട്ടാൽ, അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടാൽ, അങ്ങ് എന്ത് ഉത്തരവ് തരുന്നോ അത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കുന്നതാണെന്നുള്ള കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ്. രാജ കിം തേ വർത്തനം, എന്താണ് നിൻ്റെ വർത്തനം എന്ന് പറഞ്ഞാൽ വേജസ്, കൂലി, എന്ത് കൂലിയാണ് നിനക്ക് വേണ്ടത്? വീർവരഹ പ്രതിദിനം സുവർണ ശതചതുഷ്ടയം ദേവഹ, പ്രതിദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും, സുവർണ ശതചതുഷ്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400, സുവർണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾ, എനിക്ക് ദിവസം 400 സ്വർണ്ണ നാണയങ്ങൾ വീതം നൽകിയാൽ മതി രാജാവേ. രാജ കാത്തേ സാമഗ്രി, നിൻ്റെ കയ്യിൽ എന്നെ സെർവ് ചെയ്യാൻ മാത്രം എന്ത് ഉപകരണങ്ങളാണുള്ളത്? എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റാണ് നിൻ്റെ പക്കലുള്ളത്? വീർവരഹ ഇമൗ ബാഹു യേശഹ ഗണ്ഡശ്ച, ഇമൗ ബാഹു എന്ന് പറഞ്ഞാൽ എൻ്റെ 2 ഹാൻഡ്സ്, എൻ്റെ 2 കൈകളുണ്ട്. യേശക ഗണ്ഡഗച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ 2 എൻ്റെ വാളുകളുമുണ്ട്, എൻ്റെ വാളുമുണ്ട്, എൻ്റെ സ്വോർഡുമുണ്ട്, എൻ്റെ 2 കൈകളും എൻ്റെ സ്വോർഡുമുണ്ട് താങ്കളെ സേവിക്കാനായിട്ട്, താങ്കളെ സെർവ് ചെയ്യാനായിട്ട്. രാജഹ നേതച്ചക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് രാജാവ് പറഞ്ഞത്. തത് ശ്രുത്വ വീരവർ രാജാനാം പ്രണമ്യോ രാജസഭാ നിർഗത്, തത് ശ്രുത്വ അത് കേട്ടുകൊണ്ട്, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട്, വീർവരൻ രാജാനാം പ്രണമ്യോ രാജാവിനെ പ്രണമിച്ചുകൊണ്ട്, വണങ്ങിക്കൊണ്ട്, രാജസഭാ നിർഗത് രാജസഭയിൽ നിന്നും പോയി. മന്ത്രി തഥാലോക്യ, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മന്ത്രി, ദേവ ദിൻ ചതുഷ്ടസ്യ വേദനാർപ്പേൻ പ്രഥമം പരീക്ഷതയാം സ്വരൂപമസ്യ വേദനാർത്ഥിനോ സരാജപുത്രസ്യ കിമുപനമേതത് വേദനം ന വേദി. ദേവഹ രാജാവേ, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മന്ത്രി രാജാവിനോട് പറയുകയാണ്, രാജാവേ, ദിനചതുഷ്ടസ്യ വേദനാർപ്പൻ പ്രഥമം പരീക്ഷ്യതാം സ്വരൂപമസ്യ, അതായത് അവനെ പരീക്ഷിക്കുന്ന രീതിയിൽ, ചതുഷ്ടസ്യ എന്ന് പറഞ്ഞാൽ 4 ദിവസത്തെ, വേദനാർപ്പണേൻ വേദനം കൊടുത്തുകൊണ്ട്, പ്രഥമം ആദ്യം, പരീക്ഷിക്കുന്ന രൂപത്തിൽ, ഒരു പരീക്ഷണ രൂപത്തിൽ, വേദനാർത്ഥിനോ രാജപുത്രസ്യ അവൻ വേദനത്തിന് അർഹനാണോ എന്ന്, കിമുപന്നമേതത് വേദനം ന വേദി നമ്മൾക്ക് അവൻ അർഹനാണോ എന്ന് നമ്മൾക്ക് നോക്കാം.
നോക്കിമുപന്നമേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കാം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അവൻ വേതനത്തിന് അർഹനാണോ എന്ന് നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത്. അതായത് 4 ദിവസത്തെ വേതനം, നമുക്ക് ആദ്യം തന്നെ ഒരു പരീക്ഷണാർത്ഥം 4 ദിവസത്തെ വേതനം അവന് നൽകിക്കൊണ്ട് അവൻ വേതനത്തിന് അർഹനാണോ അല്ലയോ എന്ന് നമുക്ക് പരീക്ഷിക്കാമെന്ന് ആര് പറയുകയാണ്? നമ്മുടെ മന്ത്രി പറയുകയാണ്. അധഃ മന്ത്രിണാം വചനാത് താംബൂലദാനെ നിയോജിതോസ്മോ രാജപുത്രോ വീർവരോ നർപതിന. അധ മന്ത്രിണാം വചനാത്, അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ട്, വചനാത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കേട്ട്, താമ്പൂൽ ദാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റിലയും മടക്കിയും നൽകി, നിയോജിതോസ്മോ നിയമിച്ചു, അപ്പോയിൻ്റ് ചെയ്തു, രാജപുത്രോ വീർവരോ നർപതിന രാജാവിനാൽ രാജകുമാരൻ വീർവർ രാജകുമാരൻ രാജാവിൻ്റെ സേവകനായി നിയമിക്കപ്പെട്ടു. മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം വാക്കുകൾ മാനിച്ച് ആ ഒരു വീർവർ എന്നറിയപ്പെടുന്ന ആ ഒരു രാജകുമാരനെ രാജാവിൻ്റെ സേവകനായി രാജാവ് നിയമിച്ചു. സാ ച രാജപുത്ര പ്രതിദിൻ പ്രഭാതേ രാജദർശാനന്തരം സ്വവേതനസ്യ യച്ഛതി ദേവ്യഭ്യ അർത്ഥം. സ ച രാജപുത്ര, അപ്പോൾ രാജകുമാരൻ പ്രതിദിൻ പ്രഭാതേ എല്ലാ ദിവസവും രാവിലെ രാജദർശാനന്തരം രാജാവിനെ ദർശിച്ചതിന് ശേഷം, രാജാവിനെ കണ്ടു മടങ്ങിയതിന് ശേഷം സ്വവേതനസ്യ സ്വന്തം വേതനത്തിൻ്റെ, സ്വന്തം കൂലിയുടെ, സ്വന്തം വേജസിൻ്റെ യച്ഛതി ദേവ്യേഭ്യ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി ദേവിക്കു നൽകി, ദേവിക്ക് സമർപ്പിച്ചു. അതായത് എല്ലാ ദിവസവും രാവിലെ രാജാവിനെ കണ്ടു മടങ്ങിയ ശേഷം സ്വന്തം കൂലിയുടെ, സ്വന്തം വേജസിൻ്റെ, സ്വന്തം വേതനത്തിൻ്റെ പകുതി ആ ഒരു വീർവർ ദേവിക്ക് സമർപ്പിച്ചു. സ്ഥിതസ്യ ചാർത്തം ദരിദ്രഭ്യോ ദദാതി, അതായത് ബാക്കി അവശേഷിക്കുന്നതിൻ്റെ പകുതി, ദരിദ്രഭ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുവർ പീപ്പിൾസ്, ദരിദ്രന്മാർക്ക് ദദാതി കൊടുത്തു. നിക്ഷപതി ച തദവശിഷ്ടം ഭോജനവിലാസ വ്യയാർത്ഥം പത്ന്യാ ഹസ്തേ. നിക്ഷപതി ച തദവശിഷ്ടം, അവശേഷിക്കുന്ന ഒരു ഭാഗം ഭോജനവിലാസ വ്യയാർത്ഥം, അതായത് ഭക്ഷണത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് പത്ന്യാ ഹസ്തേ, വൈഫിൻ്റെ, അതായത് ഭാര്യയുടെ കയ്യിൽ നൽകി. ഇത്രയും മനസ്സിലായോ? മന്ത്രിയുടെ വാക്കുകൾ കേട്ട് രാജാവ് വീർവറിനെ അദ്ദേഹത്തിൻ്റെ സേവകനായിട്ട് നിയമിച്ചു. എല്ലാ ദിവസവും രാജകുമാരൻ വീർവർ എന്ന് പറയുന്ന ആ രാജകുമാരൻ എല്ലാ ദിവസവും രാവിലെ രാജാവിനെ കണ്ടതിന് ശേഷം സ്വന്തം വേതനം കൊണ്ട് ദേവിക്ക്, അദ്ദേഹത്തിൻ്റെ കുലദേവതയ്ക്ക് അർപ്പിച്ചു. അത് വേതനത്തിൻ്റെ പകുതി ദേവിക്ക് നൽകി. ബാക്കി വരുന്നതിൻ്റെ ഒരു പകുതി ദരിദ്രർക്കും അവശേഷിക്കുന്നത് തങ്ങളുടെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൈകളിലും ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. തതോ, അപ്പോൾ അതിനുശേഷം, തതോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം, ധൃതായുധ സഹ രാജദ്വാരമാർ മഹർനിശാം സേവതേ, അതിനുശേഷം ധൃതായുധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആയുധവും കയ്യിലെടുത്ത്, ആയുധങ്ങളെല്ലാം ധരിച്ച്, സഹ അവൻ രാജദ്വാര മർഹനിശാം രാജകൊട്ടാരത്തിൽ, മർഹനിശാം എന്ന് പറഞ്ഞാൽ രാവും പകലും, സേവതേ സേവനമനുഷ്ഠിച്ചു, സെർവ് ചെയ്തു. അതിനുശേഷം എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു വേതനം, ആ ഒരു കൂലി പങ്കിട്ടെടുത്തതിന് ശേഷം ആയുധങ്ങളെല്ലാം ധരിച്ച്, ധൃതായുധം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളെല്ലാം ധരിച്ച് അവൻ രാജകൊട്ടാരത്തിൽ രാത്രിയും പകലും എന്ത് ചെയ്തു, സേവനം ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്തു. യഥാ രാജ സ്വയമാദിശതി തഥാ യാതി സ്വഗൃഹം. എപ്പോഴാണോ രാജാവ് സ്വയമാദിശതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം എന്ന് പറഞ്ഞാൽ സ്വന്തം, ആദിശതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദേശം, അതായത് ഉത്തരവ് നൽകുന്നത്, സ്വന്തം രാജാവ് പറയുന്നത്, തഥാ യാതി സ്വഗൃഹം, അപ്പോഴാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. യാതി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. എപ്പോഴാണ് രാജാവ് ശരി നീ പോയിക്കൊള്ളൂ എന്ന് പറയുന്നത്, അപ്പോഴാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതേ കഥ ഒരിക്കൽ പണ്ട് കൃഷ്ണചതുർശ്യ മർദ്ധരാത്രി, കൃഷ്ണചതുർശ്യ ആ ഒരു രാത്രിയിൽ
അർദ്ധരാത്രിയിൽ സ രാജാ ശ്രുതവാൻ, രാജാവ് കേൾക്കുകയുണ്ടായി, ശ്രുതവാൻ എന്ന് പറഞ്ഞാൽ കേൾക്കുകയുണ്ടായി, കരുൺ രോദനോ ധ്വനിം കഞ്ചൻ, എവിടെ നിന്നോ ഒരു ദയനീയമായി, കരുൺ രോദന ധ്വനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കരുൺ എന്ന് പറഞ്ഞാൽ ദയനീയമായ, രോദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ, ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം, എവിടെ നിന്നോ ഒരു കൃഷ്ണ ചതുർദശിയുടെ ഒരു അർദ്ധരാത്രിയിൽ രാജാവ് എവിടെ നിന്നോ വളരെ ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ കേൾക്കുകയുണ്ടായി. രാജ കോ അത്ര ദ്വാരി തിഷ്ടതി, ഈ കൊട്ടാരത്തിൽ ആരാണുള്ളത്? വീർവരഹ സേവകോ വീർവരോ അത്ര ദ്വാരി വർത്തതേ ദേവ, അതായത് പണ്ടൊക്കെ ചോദിക്കില്ലായിരുന്നോ, സിനിമകളിലൊക്കെ കണ്ടായിട്ടില്ലേ, രാജാവ് ആരവിടെ എന്നാണ് ചോദിക്കുന്നതാണ് കോ അത്ര ദ്വാരി തിഷ്ടതി, കൊട്ടാരത്തിൽ ആരാണുള്ളത്. അപ്പോൾ വീർവർ പറയുകയാണ്, സേവകോ വീർവരോ അത്ര ദ്വാരി വർത്തതേ ദേവ, സേവകനായിട്ടുള്ള വീർവർ ഇവിടെ നിൽക്കുന്നുണ്ട് ദേവ. രാജാവ് പറയുകയാണ്, രാജ ക്രന്ദൻ മനുസർ രാജപുത്ര, എവിടെ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത് രാജകുമാര, ആ ക്രന്ദൻ, ആ ഒരു കരച്ചിലിൻ്റെ പിന്നാലെ പോകൂ രാജകുമാര, അതെവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്, എവിടെ നിന്നാണത് കേൾക്കുന്നതെന്ന് പോയി അന്വേഷിക്കൂ. വീർവരഹ യഥാ വിശദീ ദേവഹ, താങ്കളുടെ ഉത്തരവ് പോലെ രാജാവേ. തദോസ്മി തദ്രോദനസ്വരം അനുസരം പ്രചലിത്, അതിനുശേഷം തദ്രോദനസ്വരം, ആ ഒരു രോദനസ്വരം, അനുസരം പിന്നാലെ, പ്രചലിത് പോയി, ആ ഒരു രോദനസ്വരം എവിടെ നിന്നാണോ, ആ ഒരു കരച്ചിലിൻ്റെ സ്വരം എവിടെ നിന്നാണോ കേൾക്കുന്നത് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു വീർവർ. രാജ സ്വഗതം നൈഷ ഗന്ധുമർഹതി രാജപുത്ര ഏകാഗി സൂചിഭേദ്യേ തിമിരസ്മിൻ തസ്മാത് അഹമഭി ഗച്ഛാമി പൃഷ്ഠദോസ്യ നിരൂപയാമി ച കിമേദതി, അതായത് സ്വഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പറയുകയാണ്, നൈഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന ഏഷ പാടില്ലായിരുന്നു, എന്ത് പാടില്ലായിരുന്നു? ഗന്ധുർമർഹതി, പോകാൻ അനുവദിക്കരുതായിരുന്നു, രാജപുത്ര ഏകാഗി സൂചിമധ്യേ, ഒറ്റയ്ക്ക് പോകാൻ ആ രാജകുമാരനെ അനുവദിക്കരുതായിരുന്നു. എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ? ഈ സൂചി ഭേദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളരെ വളരെ രാത്രിയിൽ, തിമിരസ്മിനി കണ്ണ് കാണാനാവാത്ത ഈ ഒരു രാത്രിയിൽ, കഠിനമായ രാത്രിയിൽ രാജകുമാരനെ ഒറ്റയ്ക്ക് വിടാൻ അനുവദിക്കരുതായിരുന്നു. തസ്മാത് അഹമഭി ഗച്ഛാമി പൃഷ്ഠദോസ്യ നിരൂപയാമി ച കിമദേദതി, തസ്മാത് അതുകൊണ്ട്, അഹമഭി ഞാനും, ഗച്ഛാമി പോകണം, പൃഷ്ഠദോസ്യ അവൻ്റെ പിന്നാലെ ഞാനും പോകണം, നിരൂപയാമി അറിയണം, കിമേദതി അതെന്താണെന്ന് എനിക്കും അറിയണം. അപ്പോൾ അതെന്താണെന്ന്, ആ കരച്ചിൽ എന്താണെന്ന് എനിക്കും അറിയാം. അതായത് രാജാവ് പറയുകയാണ്, നേഷഗന്ധു മർഹതി രാജപുത്ര ഏകാഗി സൂചിഭേദ്യേ തിമിരേസ്മിൻ, ഈ കണ്ണു കാണാത്തത്ര കൂരിരുട്ടിൽ ഒറ്റയ്ക്ക് രാജകുമാരനെ തനിച്ച് ഞാൻ വിടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും അവൻ്റെ പിന്നാലെ പോകണം, എന്നിട്ട് അറിയാൻ ശ്രമിക്കണം എന്താണ് ആ കരച്ചിൽ എന്ന് ഞാനും അറിയാൻ ശ്രമിക്കണം. തതോ നരപതി, ശേഷം നരപതി രാജാവ് ഗണ്ഡകപാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളെല്ലാം കൈകളിലെടുത്ത്, തസ്യ അനുസരണക്രമേൺ, ആ ഒരു അതിൻ്റെ പിന്നാലെ പോയി, ആ കരച്ചിലിൻ്റെ പിന്നാലെ, അതെവിടെയാണ് എവിടെയാണ് നടക്കുന്നത് അറിയാൻ അങ്ങോട്ടേക്ക്, ബഹി നിർഗച്ഛത് നഗരദ്വാരാത്, നഗരത്തിൻ്റെ ആ ഒരു കൊട്ടാരത്തിൻ്റെ വെളിയിലേക്ക് അദ്ദേഹവും പോയി. അപ്പോൾ ഗച്ഛത രാജപുത്രൻ ബഹി നഗർദ്വാലോഹിത രോദൻപരാ കാപി സുന്ദരി ദിവ്യാഭരൺ ഭൂഷിത, അപ്പോൾ അവിടെ എത്തിച്ചേർന്ന, അവിടേക്ക് പോയ ആ രാജകുമാരൻ ബഹി നഗരത്തിന് പുറത്ത് ദാലോകിത രോദനപര നിൽക്കുന്നതായി കണ്ടു, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാപ്പി സുന്ദരി, ദിവ്യാഭരൺ ഭൂഷിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർണമെൻറ്റ്സുകളും ധരിച്ചുകൊണ്ട്, കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നഗരത്തിന് വെളിയിൽ നിൽക്കുന്നത് ആര് കണ്ടു? രാജകുമാരൻ വീർവർ കണ്ടു. അപ്പോൾ ഈ ഒരു കരച്ചിലിൻ്റെ ധ്വനി, ആ ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് പോയ ആ ഒരു വീർവർ രാജകുമാരൻ കണ്ടതെന്താണ്? നഗരത്തിന് വെളിയിലായിട്ട്, അതായത് നഗരത്തിന് പുറത്തായിട്ട് സർവാഭരണഭൂഷിത, എല്ലാ ദിവ്യാഭരണഭൂഷിത, ദിവ്യമായ ഓർണമെൻറ്റ്സ് ധരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീ നിന്ന് കരയുന്നത് അദ്ദേഹം കണ്ടു. വീർവരഹ
കാ ത്വമ്പ് കിമർത്ഥം വിലപസിതി. ത്വം അമ്പ് എന്ന് പറഞ്ഞാൽ അമ്പെന്ന് പറഞ്ഞാൽ അമ്മേ, അമ്മ. കാ ത്വമ്പ് എന്തുപറ്റി അമ്മേ, കിമർത്ഥം വിലപസി എന്തിനാണ് അവിടുന്ന് കരയുന്നത്. രാജലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആരായിരുന്നു? രാജലക്ഷ്മി. രാജലക്ഷ്മി വത്സ അഹോമേധസ്യ ഭൂപാലസ്യ ശൂദ്രകസ്യ രാജലക്ഷ്മി രശ്മി. വത്സ വത്സ അഹോമേധസ്യ ഞാൻ, ഭൂപാലസ്യ ഈ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ, ശൂദ്രകൻ്റെ രാജലക്ഷ്മി രശ്മി രാജലക്ഷ്മിയാണ്. വത്സ അതായത് വീർവറിനോട് പറയുകയാണ്, വത്സ ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ഈ ശൂദ്രകൻ്റെ രാജലക്ഷ്മിയാണ്. ചിരമേധസ്യ ഭുജഛായായാം സമൂഹദാ സുഖേൻ നിവസാമി. ചിരമേധസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാലമായിട്ടൊരു ലോങ് ടൈമായിട്ട്, ഭുജഛായാം അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സിൻ്റെ ഷെയ്ഡിൽ കൈകളുടെ നിഴലിൽ, സുമഹദ വളരെ സന്തോഷത്തോടെ, വളരെയധികം സുഖേൻ എന്ന് പറഞ്ഞിട്ട്, സുമഹദ സുഖേൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സുഖത്തോടെ, നിവസാമി വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് രാജലക്ഷ്മി പറയുകയാണ്, ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ശൂദ്രകൻ്റെ രാജലക്ഷ്മിയാണ്, വളരെ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളുടെ നിഴലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. സംപ്രദം തു അബുത്തോ ഇപ്പോൾ ദേവ്യ അപരാധേനാദ്യ ദേവിയുടെ ഒരു അപരാധത്തിൽ, പ്രഭൃതി തൃതീയ ദിവസേ രാജ പഞ്ചത്വം യാസ്യതി തഥാ ഹം അനാഥ ഭവിഷ്യാമി തദിദാനീം നാത്ര സ്ഥാസ്യാമീതി ക്രന്താമി. അതായത് സാമ്പ്രദം തു ഇപ്പോൾ ദേവ്യ അപരാധേനാദ്യ ദേവിയുടെ ഒരു അപരാധത്തിൽ, പ്രഭൃതി തൃതീയ ദിവസേ മൂന്നാമത്തെ ദിവസം, രാജ പഞ്ചത്വം യാസ്യാദി രാജാവ് മരിക്കും. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണപ്പെടും. പഞ്ചത്വം യാസ്യാദി എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും എന്നാണ് അർത്ഥം. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണം, യാസ്യാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടിച്ചേർത്താണ് പറയുക. പഞ്ചത്വം യാസ്യാദി മരിച്ചു പോകും. അതായത് ഞാൻ ഇത്രയും കാലം രാജാവിൻ്റെ കൈകളുടെ നിഴലിൽ താമസിച്ചിരുന്ന ഒരു രാജലക്ഷ്മിയാണ്. എന്നാൽ ഇപ്പോൾ ദേവിക്ക് എന്തോ ഒരു ക്രോധം വന്നിട്ട് ദേവി പറയുകയാണ്, രാജാവ് മൂന്നാമത്തെ നാൾ, ഇന്ന് തൊട്ട് മൂന്നാമത്തെ നാൾ അദ്ദേഹം മരണപ്പെടും. തഥാഹം അനാഥ ഭവിഷ്യാമി അപ്പം ഞാൻ എന്താകും? അനാഥയായി പോകും, ഒറ്റയ്ക്കായി പോകും. താദിദാനീം നാത്ര സ്ഥാസ്യാമീതി ക്രന്താമി അതുകൊണ്ട് എനിക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ നിൽക്കാനാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്രന്താമി കരയുന്നത്. വീർവരഹ തഥാകർണ്യ പ്രണിപത്യ ഇതെല്ലാം കേട്ട് നിശബ്ദനായിപ്പോയി. പിന്നീട് ചോദിക്കുകയാണ്, ഭഗവതി അസ്ത്യത്ര കശ്ചിതുപായേ യേൻ ഭഗവത്യ പുനരിഹ ചിരവാസോ ഭവതി സുചിരം ജീവതി ച സ്വാമി ഭഗവതി. അസ്ത്യത്ര ഇവിടെ എന്തെങ്കിലും, കശ്ചിതോപായോ യേൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? കശ്ചിതോപായം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, എന്തെങ്കിലും ഒരു വേ ഉണ്ടോ, സൊല്യൂഷൻ ഉണ്ടോ? യേൻ ഭഗവത്യ പുനരഹി ചിരവാസോ ഭവതി ഭഗവതിക്കിവിടെ ഒരുപാട് കാലം ജീവിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സുചിരം ജീവതി ച സ്വാമി അതുപോലെ തന്നെ എൻ്റെ സ്വാമിക്ക്, എൻ്റെ രാജാവിന് ഒരുപാട് കാലം ജീവിക്കുവാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? രാജാവ് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും രാജലക്ഷ്മിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഴലിൽ ജീവിക്കാനാകുമല്ലോ. അതായത് അതിന് രണ്ടിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? രാജാവ് ഒരുപാട് കാലം ഇവിടെ താമസിക്കുവാനും അതുപോലെ തന്നെ ഭഗവതി ഇവിടെ അദ്ദേഹത്തിൻ്റെ നിഴലിൽ ഇനിയും ചിരകാലം താമസിക്കുവാനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? രാജലക്ഷ്മി അസ്തി വത്സ് ഏകൈവാത്ര പ്രവൃത്തി സ ചാതിവധു സാധ്യ. അസ്തി വസ്ത്ര ഉണ്ട്, അസ്തി വത്സ് ഉണ്ട്, വത്സ ഏകൈവാത്ര പ്രവൃത്തി. ഏകൈവാത്രം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സാ ചാതീവ് ദുസാധ്യ എന്നാൽ അത് ചാതീവ് എന്ന് പറഞ്ഞാൽ വളരെയധികം, ദുസാധ്യ കഠിനമാണ്, വളരെയധികം ഡിഫിക്കൽട്ടാണ്. ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം കഠിനമാണ്. വീർവരഹ സാഷ്ടാംഗം നമസ്കൃത്യ സാഷ്ടാംഗം ദേവിയെ പ്രണമിച്ചുകൊണ്ട്, അതായത് ദേവിയുടെ കാൽക്കൽ കിടന്നുകൊണ്ട്, അംബഹ കഥയഹ കാസഹ
ഉപായഃ ദുസാധ്യഃ, അതായത് പറയൂ, കഥയഃ എന്ന് പറഞ്ഞാൽ പറയൂ, എന്താണ് അങ്ങനെ ഒരു സൊല്യൂഷനുള്ളത്, ഉപായമുള്ളത്, എന്താണ് അങ്ങനെ ഒരു കഠിനമായ ഉപായം എന്താണെന്ന് എന്നോട് പറഞ്ഞാലും. രാജലക്ഷ്മി ശ്രൂയതാം പുത്രഃ യദി ത്വയാ സ്വസ്യ സർവദഃ പ്രിയം വസ്തു സഹ സവദനേൻ ഭഗവത്यै സർവമംഗളായേ ഉപഹാരഃ ക്രിയതേ തദാ പുനർജീവിഷ്യാതി രാജ ശൂദ്രകോ വർഷാണാം ശതം അഹഞ്ച സുഖേൻ നിവത്സ്യാമി. അതായത് ശ്രൂയതാം പുത്ര, പറയാം പുത്ര, മകനെ പറയാം, യദി ത്വയാ സർവസ്യ സർവദഃ, താങ്കളുടെ കയ്യിൽ എല്ലാറ്റിലും വലുതായിട്ട് ഉള്ളതിൽ വെച്ച് പ്രിയം വസ്തു, പ്രിയപ്പെട്ട വസ്തു എന്താണ്, താങ്കളുടെ കയ്യിൽ ഉള്ളതിൽ വെച്ച് എന്താണോ പ്രിയപ്പെട്ട വസ്തു ഉള്ളത്, സഹ സവദനേൻ, അതായത് പുഞ്ചിരിച്ചുകൊണ്ട്, ഭഗവത്യോ സർവമംഗളായേ, ഭഗവതി സർവമംഗളയ്ക്ക് ഉപഹാർ ക്രിയതേ, സമ്മാനമായി നൽകൂ. അതായത് ഒരേ ഒരു ഉപായമുണ്ട്, ഒരു മാർഗമുണ്ട്. താങ്കളുടെ കയ്യിൽ എന്താണോ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് അത് പുഞ്ചിരിച്ചുകൊണ്ട് ദേവിക്ക് സമ്മാനമായി നൽകൂ. തഥാ പുനർജീവിഷ്യതി രാജാ ശൂദ്രകോ വർഷാണാം ശതം, അപ്പോൾ രാജാവിന് 100 വർഷത്തോളം, വർഷാണാം ശതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വർഷത്തോളം വീണ്ടും പുനർജീവിഷ്യതി, വീണ്ടും ജീവിക്കാവുന്നതാണ്. അഹഞ്ച സുഖേൻ നിവത്സ്യാമി, അതിലൂടെ എനിക്കും വളരെ കാലം സുഖത്തോടുകൂടി ജീവിക്കാം. തതഃ സാ താത്ക്ഷണദേവ് ഗതാദൃശ്യതാം തത് സമുഗതാത്, അതായത് തതഃ അതിനുശേഷം, സാ തത്ക്ഷണദേവ് ദേവി, തക്ഷണദേവ് ആ ഒരു മൊമെൻറ്റിൽ, അപ്പോൾ തന്നെ, ഗതാദൃശ്യതാം അദൃശ്യയായി പോയി, തത് സമ്മുഖതാത് വീർവറിൻ്റെ മുൻപിൽ നിന്ന് അപ്പോൾ തന്നെ, ആ ഒരു നിമിഷം തന്നെ ദേവി അപ്രത്യക്ഷയായി. ഇത്രയുമാണ് ഈ ഒരു കഥയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി മലയാളത്തിൽ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. സംസ്കൃത സാഹിത്യത്തിൽ ഫിക്ഷന് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാനമാണുള്ളത്. കഥയിലൂടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിവിധ ഉപദേശങ്ങളും പ്രേരണകളുമെല്ലാം കഥയിലൂടെ വളരെ രസകരമായി അവതരിപ്പിക്കുക എന്നതാണ് ഈ ഒരു സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. അതായത് സംസ്കൃതത്തിൽ കഥാസാഹിത്യത്തിന്, ഫിക്ഷന് വളരെയധികം സമൃദ്ധവും വളരെയധികം പ്രോസ്പെരിറ്റിയും ഡിവോഴ്സും നിറഞ്ഞതാണ്, വളരെയധികം വൈവിധ്യവും സമൃദ്ധവുമാണ്. ഈ ഒരു പാഠം ഹിതോപദേശം എന്ന ഒരു സ്റ്റോറിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. രാജാവായ ശൂദ്രകൻ്റെ സേവനത്തിൽ നിയമിക്കപ്പെട്ട വളരെയധികം ഡ്യൂട്ടിഫുള്ളായിട്ടുള്ള, അതായത് കർമ്മനിരതനായിട്ടുള്ള രാജകുമാരൻ, അതായത് വീർവർ എന്നു പേരുള്ള ഒരു രാജകുമാരൻ്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. അവൻ രാജ്യത്തിനും രാഷ്ട്രത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാണൻ തന്നെ, ജീവൻ തന്നെ വെടിയാൻ അദ്ദേഹം തയ്യാറാണ്. അവൻ്റെ ആ രാജ്യഭക്തിയും സ്വാമിയോടുള്ള, യജമാനോടുള്ള ആ സ്നേഹവും വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ഒന്നാണ്. അതുപോലെ ഈ പാഠത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇത് പഠിക്കേണ്ടുന്ന ഒരു കഥയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീർവറിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നതും അർഹമാണ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ ശോഭാവതി എന്നു പേരുള്ള ഒരു നഗരമുണ്ടായിരുന്നു. അവിടെ ശൂദ്രകൻ എന്നു പേരുള്ള പരാക്രമിയും എല്ലാവിധ ശാസ്ത്രവിദ്യകളും പഠിച്ചതും അതുപോലെ തന്നെ വളരെയധികം പാവന സ്വഭാവമുള്ളതുമായ, പരിശുദ്ധ സ്വഭാവമുള്ളതുമായ ഒരു രാജാവ് താമസിച്ചിരുന്നു. ഒരു ദിവസം വീർവർ എന്നു പേരുള്ള ഒരു രാജകുമാരൻ തൊഴിൽ അന്വേഷിച്ച് ഏതോ ഒരു ദേശത്തു നിന്നും രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പത്നിയും പുത്രനും മകളും വന്നിട്ടുണ്ടായിരുന്നു. രാജാവ് ആ ഒരു ദ്വാരപാലകനോട്, ഗേറ്റ് കീപ്പറിനോട് പറയുകയാണ്, ഞാൻ തൊഴിൽ അന്വേഷിച്ച് വന്ന ഒരു രാജകുമാരനാണ്, എന്നെ രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ ദ്വാരപാലകൻ രാജാവിൻ്റെ അടുക്കലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീർവർ രാജാവിനെ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭാഗ്യത്തിന്, അതായത് അങ്ങനെ ഈ അങ്ങയുടെ സേവനത്തിൽ സേവകനായി, സെർവൻ്റായി നിയമിക്കുകയാണെങ്കിൽ എന്ത് ആജ്ഞ തന്നാലും ആ ആജ്ഞ ഞാൻ പാലിക്കുന്നതാണ്, വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കുന്നതാണ്. രാജാവ്
വീർവറിനോട് ചോദിക്കുകയാണ്, നിനക്ക് എത്രയാണ് കൂലി വേണ്ടത്, നിനക്ക് എത്രയാണ് വേജസ് വേണ്ടത്, സാലറി വേണ്ടത്. വീർവർ പറയുകയാണ്, എനിക്ക് ഒരു ദിവസം എനിക്ക് 400 സ്വർണ്ണ നാണയങ്ങൾ നൽകിയാൽ മതി. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്നെ സേവിക്കാൻ എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണങ്ങളാണ് ഉള്ളത്? വീർവർ പറയുകയാണ്, എൻ്റെ 2 കൈകളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വാളുണ്ട്, എൻ്റെ ഹാൻസ് ഉണ്ട്, എൻ്റെ സ്വോർഡുണ്ട്. അപ്പോൾ രാജാവ് പറയുകയാണ്, ഇത് ഇമ്പോസിബിളാണ്, നടക്കുന്ന കാര്യമല്ല. ഇത് കേട്ടപ്പോൾ വീർവർ രാജാവിനെ വണങ്ങിക്കൊണ്ട് കൊട്ടാരത്തിൽ നിന്നും തിരികെ മടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മന്ത്രി പറയുകയാണ്, 4 ദിവസം ആദ്യമേ തന്നെ നമുക്ക് അവനെ പരീക്ഷിക്കാനായിട്ട്, അവൻ്റെ സ്വഭാവം പരീക്ഷിക്കാനായിട്ട് 4 ദിവസത്തെ വേതനം നമ്മൾക്ക് അവന് കൊടുക്കാം, പരീക്ഷണാർത്ഥം നമ്മൾക്ക് അവന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇവൻ വേതനത്തിന് അതായത് ഇവൻ ഒരു ജോലിക്ക് അർഹനാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. മന്ത്രിയുടെ വാക്കുകൾ കേട്ട് രാജാവ് ആ വീർവറിനെ തൻ്റെ സേവകനായിട്ട് നിയമിക്കുകയാണ്. രാജാവ് നൽകുന്ന ആ ഒരു വേതനം സ്വീകരിച്ച്, അതായത് രാജാവിനെ എല്ലാ ദിവസവും രാവിലെ കണ്ടതിന് ശേഷം ആ ഒരു കൂലിയും കൊണ്ട്, അദ്ദേഹത്തിന് ലഭിച്ച വേജസ് സാലറിയും കൊണ്ട് അദ്ദേഹം പോവുകയും അദ്ദേഹത്തിൻ്റെ സാലറിയുടെ പകുതിയിലൊരു ഭാഗം ആർക്ക് നൽകും? അദ്ദേഹത്തിൻ്റെ ദേവിക്ക് നൽകും. പിന്നീട് വരുന്ന ശേഷിക്കുന്നതിൻ്റെ ഒരു പകുതി പാവപ്പെട്ട ആളുകൾക്കും നൽകും. ബാക്കി ഭാഗം അവരുടെ ചിലവിനും ജീവിത ചെലവിനും ഭക്ഷണത്തിനുമായി മാറ്റി ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം തിരികെ കൊട്ടാരത്തിൽ വന്ന് ആയുധങ്ങളെല്ലാം അണിഞ്ഞ് രാത്രിയും പകലുമെല്ലാം എന്ത് ചെയ്യും? രാജാവിനെ സേവിക്കും. പിന്നെന്താ പറയുന്നത്, എപ്പോഴാണോ രാജാവ് സ്വയം അവനോട് ശരി പൊയ്ക്കോളൂ എന്ന് പറയുന്നത്, അപ്പോൾ മാത്രമാണ് അവൻ വീട്ടിലേക്ക് വണങ്ങുന്നത്. ഒരു ദിവസം കൃഷ്ണ ചതുർദശിയുടെ ഒരു അർദ്ധരാത്രിയിൽ രാജാവ് ഒരു കരച്ചിലിൻ്റെ സ്വരം, ആ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അപ്പോൾ രാജാവ് പറയുകയാണ് വീർവറിനോട്, എന്താണ് ആ കരച്ചിൽ എന്ന്, അതിൻ്റെ പിന്നാലെ പോയി നോക്കൂ, അന്വേഷിക്കൂ. അപ്പോൾ വീർവർ അവിടെ നിന്നും പോവുകയാണ്. വീർവർ പോയതിന് ശേഷം രാജാവിന് സ്വയം തോന്നി, ഈ ഒരു അർദ്ധരാത്രിയിൽ, കണ്ണുപോലും കാണാത്ത ഈ ഒരു അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? വീർവറിനെ ഒരിക്കലും ഒറ്റയ്ക്ക് അയക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് രാജാവിനെ സ്വയം തീരുമാനിക്കുകയാണ്, ഞാനും അവൻ്റെ പിന്നാലെ പോകാം, അപ്പോൾ എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ കരച്ചിൽ എന്ന് എനിക്കും അറിയാൻ സാധിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് രാജാവ് കൊട്ടാരത്തിന് വെളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വോർഡും കൈകളിലെടുത്തുകൊണ്ട്, ആയുധങ്ങളും കൈകളിലെടുത്തുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം കൊട്ടാരത്തിൻ്റെ വെളിയിലെത്തിയ വീർവർ കൊട്ടാരത്തിൻ്റെ വെളിയിൽ ദിവ്യ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ്, ഓർണമെൻറ്റ്സ് എല്ലാം അണിഞ്ഞ് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ നിന്ന് കരയുന്നത് കേട്ടു. അപ്പോൾ വീർവർ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചു. അത് രാജലക്ഷ്മിയായിരുന്നു. അതായത് രാജാവിൻ്റെ കൈകളുടെ നിഴലിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു രാജലക്ഷ്മിയായിരുന്നു അത്. രാജലക്ഷ്മി പറയുകയാണ്, ഞാൻ വളരെ കാലമായിട്ട് രാജാവിൻ്റെ കൈകളുടെ നിഴലിൽ, ഹാൻസിൻ്റെ ആ ഒരു ഷാഡോവിൽ താമസിച്ചുകൊണ്ടിരുന്ന രാജലക്ഷ്മിയാണ്. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ദേവീ ക്രോധത്താൽ രാജാവിൻ്റെ ആയുസ്, രാജാവ് 3-ാം ദിവസം, ഇന്ന് തൊട്ട് 3-ാം ദിവസം രാജാവ് മരണപ്പെടും. അതുകൊണ്ട് ഞാൻ അനാഥയാവും, എനിക്കിവിടെ ഇനി താമസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വീർവർ ചോദിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? താങ്കൾക്ക്, ഭഗവതിക്ക് രാജാവിൻ്റെ കൂടെ കഴിയാനും അതുപോലെ തന്നെ രാജാവ് ചിരഞ്ജീവിയായിരിക്കാനും വളരെയധികം കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് രാജലക്ഷ്മിയോട് ചോദിക്കുകയാണ്. അപ്പോൾ രാജലക്ഷ്മി അതിനുള്ള സൊല്യൂഷൻ പറയുകയാണ്, വളരെയധികം കഠിനമായിട്ടുള്ള വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇതിനുള്ളത്. അപ്പോൾ വീർവർ പറയുകയാണ്, എന്ത് ഡിഫിക്കൽട്ട് സൊല്യൂഷൻ ആണെങ്കിലും അത് പറയൂ എന്ന്. അപ്പോൾ രാജലക്ഷ്മി പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ, അതായത് വീർവറിൻ്റെ കയ്യിൽ ഏറ്റവും ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്താണോ അത് പുഞ്ചിരിച്ചുകൊണ്ട് ദേവി സർവമംഗളയ്ക്ക് സമ്മാനമായി നൽകൂ. അപ്പോൾ രാജാവിന് 100 വർഷക്കാലം വളരെയധികം സന്തോഷത്തോടു കൂടി താമസിക്കാനാകും. എനിക്കും അദ്ദേഹത്തിൻ്റെ നിഴലിൽ സുഖത്തോടെ താമസിക്കാനാകും. ഇതും പറഞ്ഞതുകൊണ്ട് രാജലക്ഷ്മി അവൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ തന്നെ മീനിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അതും റീഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഓരോ നോട്ട് ഓരോ പോയിൻറ്റും വായിക്കുമ്പോൾ ഓരോ വേർഡ്സും വായിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ മീനിങ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഇതിൻ്റെ എൻഡിലും ഞാൻ കുറച്ച് വാക്കുകളുടെ ഇവിടെ കൊടുത്തിട്ടില്ലാത്ത വാക്കുകളുടെ മീനിങ് നൽകുന്നതാണ്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് എന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എക്സാമായി വരികയാണെന്നറിയാം, എങ്കിലും ഒന്ന് കേട്ടിട്ട് ഇത് ഉപകാരപ്രദമാവുമോ എന്ന് നോക്കണം. താങ്ക് യു.